ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ റെസിപ്പി കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട പ്രധാന ഭക്ഷണമായ ഉലുവ കഞ്ഞിയുടെ റെസിപ്പിയാണ്. ശരീരത്തിന് ഉണർവും ഉന്മേഷവും നൽകുന്ന ഈ ഒരു കഞ്ഞി വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ, 4 ടേബിൾ സ്പൂൺ അളവിൽ പച്ചരി. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 8 മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ കുതിർന്ന് വന്നിട്ടുള്ള ഉലുവ ആ ഒരു വെള്ളത്തോടു കൂടിയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒരു 3 വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കര വേണ്ടാത്തവർക്ക് ഉപ്പ് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. കർക്കിടകത്തിൽ 7 ദിവസമെങ്കിലും ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതോടെ ചേർത്ത് കൊടുക്കാം. കർക്കിടകത്തിൽ 7 ദിവസമെങ്കിലും ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം. അപ്പോൾ ഉലുവാക്കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിലെ ചീത്ത കൊളസ്ട്രോൾ അഥവാ LDLനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഉലുവയിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ്. ഇത് വിശപ്പ് കുറയ്ക്കാനും നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സന്ധിവേദന കുറയ്ക്കാനും മുടി വളർച്ചയൊക്കെ കൂട്ടാനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടെ താളിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഉലുവാക്കഞ്ഞി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഉലുവാക്കഞ്ഞി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം.